എല്ലാവർക്കും നമസ്കാരം. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ നമ്മുടെ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലിന്റെയും അതുപോലെ തന്നെ ഇന്നോവേഷൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിലിന്റെയും ഭാഗമായിട്ടുള്ള 10ാമത്തെ വെബിനാറാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇന്ന് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് മിസ്റ്റർ സുധീർ പ്രഭു ആണ്. അദ്ദേഹം ഫ്രീലാൻസ് ഡിസൈനർ ആണ്. കാസർഗോഡാണ് സ്വദേശം. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വളരെ ഡിസൈൻ തിങ്കിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് മോഡൽ ക്യാൻവാസിലൊക്കെ നമ്മൾ കേട്ട പരിചയമുള്ള പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഇൻട്രൊഡക്ഷൻ ടു AI ഇൻ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഫ്രം ഐഡിയ ടു ലോഞ്ച്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത് AI ടൂൾ ഉപയോഗിച്ച് എങ്ങനെ പ്രോഡക്റ്റ് ഡിസൈനും ഡെവലപ്മെന്റിലേക്ക് നമുക്ക് എത്താം. അതിൽ നിന്നാണ് നമുക്ക് ഇതിലേക്കുള്ള ഒരു പ്രചോദനം വന്നത്. അപ്പൊ ഇന്നത്തെ ഈ വെബിനാർ സെഷനിലുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ റെസ്പെക്ടഡ് HODമാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ റിസോഴ്സ് പേഴ്സണെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പോളിടെക്നിക് സ്ട്രീമിൽ തന്നെ ഉള്ള അലുമിനിയാണ് നമ്മുടെ റിസോഴ്സ് പേഴ്സൺ. 2018 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയതാണ് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് കാസർഗോഡ്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഡിപ്ലോമ ഇൻ ഓട്ടോകാഡ് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ആയിട്ട് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജിൽ. അതോടൊപ്പം തന്നെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒരു അമച്ചർ ബോക്സർ ചാമ്പ്യൻ ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിൽ ഉള്ള AI ടൂളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്, പേറ്റന്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോ പേറ്റന്റ് ഫൈനൽ പ്രോസസ്സിലാണ് അപ്രൂവലിന്റെ. അത്തരത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള എന്നാൽ വളരെ യങ് ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സണെ ഇന്നത്തെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു സുധീർ. താങ്ക് യു. നമസ്കാരം സർ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആരും റെസ്പോണ്ട് ഇല്ല. നമസ്കാരം സർ. നമസ്കാരം. അപ്പോ എൻ്റെ പേര് സുധീർ പ്രഭു എന്നാണ്. ഞാൻ കാഞ്ഞങ്ങാടാണ് എൻ്റെ സ്വദേശം. ഞാൻ പഠിച്ചത് നിത്യാനന്ദ പോളിടെക്നിക്കിലാണ്. കൂടാതെ എൻ്റെ പേരിൽ ഞാൻ ഒരു പേറ്റന്റും കൂടി എൻ്റെ പേരിലുണ്ട്. ഇപ്പോൾ നിലവിൽ കിട്ടിയതാണ്. പേപ്പറിലൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫേസ് മാസ്ക് ഡെവലപ്പ് ചെയ്യിച്ച്, അതായത് എന്താണ് പറയുക വെച്ചാൽ ആയുർവേദിക് പ്രൊഡക്റ്റാണത്. അപ്പോൾ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. അതുകൂടാതെ AI വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ഞാനിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു കുറച്ച് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് എനിക്കിപ്പോൾ അത് വെളിപ്പെടുത്താൻ പറ്റൂല. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് എന്താണ് എൻ്റെ എക്സ്പീരിയൻസ്, എങ്ങനെയാണ് നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുക, അതിനെക്കുറിച്ചാണ് ഞാൻ എനിക്ക് അധികമായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ നിങ്ങൾക്ക് വെബ് സെർച്ച് പോർട്ടൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അത് വെച്ച് എങ്ങനെ ബേസിക് ടു എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് നിങ്ങളെ ഒരു ഇന്ററാക്റ്റീവ് സെക്ഷനാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിനു വേണ്ടി. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അറിയേണ്ടത് നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണ് നിർമ്മിക്കാൻ പോകുന്നത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ഐഡിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് ഇതിൽ പറയാം. 1 by 1 പറഞ്ഞാലും മതി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഏത് ടൂൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് ഇപ്പോൾ മനസ്സിലില്ല പ്രൊഡക്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും പറയുകയാണെങ്കിൽ ഇതിൽ എന്നോട് പറയാം. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ?
നമ്മള് നമ്മുടെ വെബിനാറിന്റെ ഇത് ഷെയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടികൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ടോ അവർക്ക് എന്തെങ്കിലും നമ്മൾ കുറച്ച് ഏരിയകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് എനർജി എഫിഷ്യന്റ് അപ്ലയൻസസ് ആണ്. രണ്ടാമത്തത് ബയോഡീഗ്രേഡബിൾ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ വേസ്റ്റ് ടു എനർജി പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ യൂസ് ഓഫ് ക്ലീൻ എനർജി ഇൻ ഇൻഡസ്ട്രീസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലൈമറ്റ് സ്മാർട്ട് ഫാമിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സോളാർ ഇറിഗേഷൻ പമ്പുകളുണ്ട്. അതുപോലെ തന്നെ എനർജി എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. അതുപോലെ തന്നെ മൈക്രോ ഗ്രിഡ്സ് ഫോർ റൂറൽ ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ഉണ്ട്. ഇത് ഒരു സാമ്പിൾ ആയിട്ട് കുറച്ച് ഏരിയകൾ നമ്മൾ കൊടുത്തതാണ്. ഓക്കെ. അപ്പോൾ ആ ഏരിയയിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങൾ മനസ്സിലും കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായോ എന്തെങ്കിലും ചെറിയ പ്രൊഡക്റ്റോ മനസ്സിൽ കാര്യങ്ങളുണ്ടോ? എന്താണ് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടോ? ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ആരെങ്കിലും ഓപ്പണായി സംസാരിക്കയില്ലേ? നിങ്ങളെ റെസ്പോൺസ് വന്നാൽ മാത്രമേ എനിക്ക് എന്താണല്ലേ വെച്ച് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളൊന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. അത് നിങ്ങളെ റെസ്പോൺസ് അതായത് എന്താണ് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത് അതിനനുസരിച്ച് ഞാൻ ബാക്കി ചെയ്തുതരാം. സംസാരിച്ചോളൂ. ഹലോ 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 സാറേ, ഞാനൊരു എക്സാമ്പിൾ പറയട്ടോ. ഓക്കെ സാർ, പറഞ്ഞു. നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഒരു 2 ബാച്ചിന് മുന്നേ ഉള്ള കുട്ടികൾ ചെയ്ത ഒരു പ്രൊജക്ടിന്റെ, ഒരു മൈനർ പ്രൊജക്ടിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ സാർ, പറഞ്ഞോളൂ എന്താണ്. അപ്പൊ ആ കുട്ടികൾ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ഒരു വേസ്റ്റ് വാട്ടർ പോകുന്ന ഒരു ചെറിയൊരു ചാനലുണ്ട്, ഓപ്പൺ ചാനലാണ്. ഓക്കെ. വെള്ളം ഫ്ലോ ചെയ്യുന്നുണ്ട്. നമുക്കൊരു 24 ഹവറും അതുവഴി വേസ്റ്റ് വാട്ടർ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് എപ്പോഴും ഓവർഫ്ലോ ആയിട്ട് പോകുന്ന വെള്ളവും അതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് പോകുന്ന വെള്ളമാണ്. അപ്പൊ അത് നമുക്ക് അവൈലബിൾ ആണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലൊക്കാലിറ്റിയിൽ. അപ്പൊ അതിൽ നിന്ന് ഒരു പൈപ്പ് വഴി അവരൊരു പെൻസ്റ്റോക്ക് പൈപ്പ് ഒരു കണക്ട് ചെയ്തിട്ട് ഒരു മൈക്രോ ടർബൈൻ ഡിസൈൻ ചെയ്ത് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ബൾബ് കത്തിക്കുന്ന, അതായത് LED ബൾബ് കത്തിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് മൈനർ പ്രോജക്റ്റിൽ അവർ ചെയ്തത്. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ അടുത്ത ഒരു പ്രോഡക്റ്റ്, ഒരു മാർക്കറ്റബിൾ പ്രോഡക്റ്റിലേക്ക് എത്തിക്കാം? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിനു വേണ്ടി 2 ടൂൾ ഉപയോഗിക്കാം. അതായത് നമ്മൾ 2 സെർച്ച് എഞ്ചിൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡീപ് സീക്ക് പറഞ്ഞ സാധനമാണ്. ഡീപ് സീക്ക് പറഞ്ഞൊരു, അതായത് ഇതുണ്ട് നമ്മൾ ChatGPT പോലെ ഡീപ് സീക്ക് പറഞ്ഞ, അതായത് നമുക്ക് അതിൽ അർത്ഥമാറ്റിക് കാൽക്കുലേഷനും കാര്യങ്ങളും കുറച്ച് പെർഫെക്റ്റ്, അതായത് ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താണോ ഐഡിയ, ബേസിക് ആയിട്ടുള്ള ഐഡിയ, അതിനെ കുറിച്ച് റിസർച്ച് നടത്താം. എന്താണ് നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്താം. ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയ ശേഷം ഈ സാധനം നമുക്ക് ജസ്റ്റ് ChatGPT അടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ പ്രൊഡക്റ്റ് അതായത് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആകും എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ കുറേ ഡീറ്റെയിൽസ് വരും. ഇപ്പോൾ എക്സാമ്പിളിന് ഹലോ സർ, ഹലോ കേൾക്കാം സാർ. സാർ പിന്നെ അതിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? സ്ക്രീൻ ഷെയർ ചെയ്തോളൂ സാർ. ഓക്കെ.
ഹലോ, സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ട്. കാണുന്നുണ്ടോ? അതെ അതെ, കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഡീപ് സീക്ക് പറഞ്ഞ സാധനമാണ്. അതായത് ഡീപ് സീക്ക് പറഞ്ഞൊരു സൈറ്റാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇപ്പൊ സാറ് പറഞ്ഞൊരു പ്രൊഡക്റ്റ്, അതായത് സീവേജ് വാട്ടർ അല്ല സാർ ഉദ്ദേശിച്ചത്? അല്ല, മൈക്രോ ടർബൈൻസ്, അതായത് മൈക്രോ ഇറിഗേഷൻ, മൈക്രോ പവർ പ്ലാന്റുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടർബൈനുകളാണ്. മൈക്രോ പവർ പ്ലാന്റ് അല്ല? അതെ. കാണുന്നുണ്ടോ സാറേ ഇതിൽ വരുന്നത്? ഹലോ ഹലോ, ഇതില് വരുന്നില്ല. നമ്മുടെ ടൈപ്പ് ചെയ്തിട്ടുള്ള വരുന്നില്ല. ഡീപ് സീക്ക് കാണുന്നുണ്ട്, പക്ഷെ വേറെ ഒന്നും കാണുന്നില്ല. സ്ലൈഡ് മാറുന്നില്ല. ഒരു മിനിറ്റ് സാറേ. വന്നിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. സാർ ഇപ്പൊ ഞാൻ അവിടെ അടിച്ചു കൊടുത്തതാണല്ലോ, അതായത് മൈക്രോ പവർ പ്ലാന്റ് യൂസിങ് ഫ്ലോ ഓഫ് വാട്ടർ, ഹൗ ക്യാൻ വി ക്രിയേറ്റ് എ യൂസ്ഫുൾ പ്രൊഡക്റ്റ് ഫോർ എനർജി പ്രൊഡക്ഷൻ ഇൻ സ്മോൾ സ്കെയിൽ. അതാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലേ? അതായത് ചെറിയൊരു മൈക്രോ പവർ പ്ലാന്റ്. അതെ. അപ്പോ അതാണ് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് അതായത് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് അടിച്ചു കൊടുത്തു. അപ്പൊ നമുക്ക് അവിടെ ഇതിനെ കുറിച്ചുള്ള മൊത്തം ഡീറ്റെയിൽസ് വന്നു. എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റ് ആണോ, പ്രാക്ടിക്കൽ ഓർ ലോ പവർ യൂസ്, ഓഫ് ഗ്രിഡ് ഓർ ഓഫ് ഗ്രിഡ് ഹോം പവർ ആൻഡ് മേജർ അപ്ലയൻസസ്. അതായത് നമുക്കിവിടെ ഈച്ച് ആൻഡ് എവറി ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഇത് വെച്ചാണ് ഇങ്ങനെയാണ് ഓരോ റിസർച്ച് നടത്തുക. അതിപ്പോ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു ഐഡിയ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം അതിന് വരുന്ന ആ ഡീറ്റെയിൽസ് നമ്മൾ വായിക്കാം. അപ്പോൾ എന്താണോ നമുക്ക് ആ ഇരുന്ന് കിട്ടിയ ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽസ് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇരുന്ന് വിലയിരുത്തുക. ആ വിലയിരുത്തിയ ശേഷം നമ്മൾ എന്താണോ നമുക്ക് അതിൽ ഉത്പാദിപ്പിക്കേണ്ട ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യാം. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് സ്റ്റഡി ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞ സാധനം കൂടി കിട്ടും. സർവേ യുവർ വാട്ടർ സോഴ്സ്. ഇപ്പൊ സാറ് പറഞ്ഞല്ലേ ഒരു പെൻ സ്റ്റോക്ക് വഴി ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്, അതായത് ഒരു ഇതുണ്ടോ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ലൈൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്. ഹലോ, അതെ. അപ്പോ എവിടെയാണ് സോഴ്സ് കണ്ടെത്തുക. നെക്സ്റ്റ്, ചൂസ് യുവർ പ്രൊഡക്റ്റ് പാത്ത്. അതിനെ എങ്ങനെയാണ് എത്തിക്കുന്നത്, അതായത് ഫോർമുല കൺവേർട്ട് ചെയ്യുക. അതായത് ആ ടർബൈൻ ഉണ്ടാക്കാനുള്ള മെത്തേഡും കാര്യങ്ങളും ചെയ്യാം. അതായത് അതിനുശേഷം നമ്മളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുക.
അതാണ് അതിന്റെ ഒരു നമുക്ക് ഓരോ സോഴ്സ് കാണാൻ പറ്റും. ഇപ്പൊ അത് കൂടാതെ ഇപ്പൊ ഞാനൊരു വേറൊരു പ്രൊഡക്റ്റാണ് ഇപ്പൊ ഞാൻ ഇപ്പോ സാമ്പിളായിട്ട് കാണിക്കാൻ പോകുന്നത്. ഹലോ ഹലോ, കേൾക്കാം. സാറേ, ഇപ്പൊ ഞാൻ ഒരു പുതിയൊരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് എന്താ പ്രൊഡക്റ്റ് എന്ന് വെച്ചാല് ഒരു ഹെൽത്ത് ഡിവൈസ്. അതായത് നമ്മുടെ സ്മാർട്ട് വാച്ച് ഉണ്ടല്ലോ, നമ്മുടെ സ്മാർട്ട് വാച്ച് തന്നെ, അതായത് അതിനെ കുറച്ച് മോഡിഫൈ ചെയ്ത സാധനമാണ്. അതിപ്പോ നമുക്ക് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു എന്താന്ന് വെച്ചാല് ഹെൽത്തില്, അതായത് കുറച്ച് നമുക്ക് ഏജ് കൂടിയ ആൾക്കാർ, അപ്പൊ അവർക്ക് ഹെൽത്ത് ആയിട്ട് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ലോ ബി പി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഒരു കോസ് അവർക്ക് എന്തെങ്കിലും ബോഡിയിൽ കാണുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് നിയർ ബൈ ആയിട്ടുള്ള ഒരു മെഡിക്കൽ എയ്ഡിലേക്ക് അറിയിക്കാനും പിന്നെ അവർക്ക് ആ ടൈമിൽ ഹെൽപ്പ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഡിവൈസിനെ കുറിച്ചാണ്. അത് നമ്മളെ ചെറിയൊരു വാച്ച്. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ളത്. അതാണ് ഞാനിപ്പോ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ കൊടുത്ത, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നില്ല. അതിലൊക്കെ എന്തൊക്കെ സെൻസർ ഉപയോഗിക്കണം, നമ്മളിപ്പോ ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ എന്തൊക്കെയാണ് സെൻസർ വേണ്ടത്, അതായത് ബയോളജിക്കൽ സെൻസേഴ്സ്. അത് ഇവിടെ നമുക്ക് ഓരോ സെൻസറിനെ കുറിച്ചിട്ടും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. കാരണം വെച്ചാൽ ആ ഡിവൈസിൽ എന്തൊക്കെ സെൻസർ ഉപയോഗിക്കണം എന്നാൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇത് കിട്ടും. അത് നമുക്ക് ഇവിടെ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് എത്ര മാസം വരെ എടുക്കുന്നില്ല, നമുക്ക് ഒരു കറക്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് വരെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുക. സാറേ, ഹലോ ഹലോ. സാറേ, കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു. എന്താണ് അവരെ ഒരു റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമുക്കിപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഫുള്ള് ബോറായി.
അവരെ റെസ്പോൺസും അവരെന്താണ് പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ പറയാം എന്താണെന്നില്ല. നമ്മുടെ കുട്ടികളൊന്ന് ഡൗട്ടുകളുള്ളവർ ചോദിക്കേണ്ടതാണ്. നമ്മൾ കുറച്ചൊരു 10-12 ഏരിയകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ആ ഏരിയയിലെ ഐഡിയകളോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാം. കൂടാതെ ഇപ്പൊ അവര് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്യണം, അവരെ മനസ്സിൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് പറയാം. അതിനനുസരിച്ച് ഞാൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാം. അവർക്ക് എന്താണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. ഹലോ ഹലോ സാർ പറഞ്ഞല്ലോ ഈ പിന്നെ ബയോമെഡിക്കൽ നമ്മളപ്പോ ഈ സ്മാർട്ട് വാച്ചിന്റെ തന്നെ മോഡിഫൈഡ് ഞങ്ങൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റിനെ കുറിച്ച് നമ്മുടെ സ്റ്റുഡൻസ് ആലോചിക്കുന്നുണ്ട്. ഓക്കെ. ഹലോ കേൾക്കുന്നില്ല സാർ, പറഞ്ഞു സാർ. അപ്പൊ അതില് ഈ അതിനോട് ബന്ധപ്പെട്ട, പക്ഷെ അത് സാർ പറഞ്ഞ മാതിരി അത് ഏത് സെൻസർ ഉപയോഗിക്കണം അതിന്റെ ടെക്നിക്കൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ ബ്ലോക്ക് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ അതായത് സ്മാർട്ട് വാച്ചിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻബിൽട്ട് ആണല്ലോ. അതായത് നമ്മളുടെ എത്ര സമയം ഉറങ്ങി, ഇല്ലെങ്കിൽ നമ്മളുടെ കുറെ ഡീറ്റെയിൽസ് സ്മാർട്ട് വാച്ചിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ആണല്ലോ. എന്നാൽ അഡീഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾക്ക് ആ സ്മാർട്ട് വാച്ച് പോലുള്ള ഭാഗങ്ങൾ ആ ഒരു സെറ്റിങ്സിൽ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് ആശയമുണ്ട്. പക്ഷെ അത് ടെക്നിക്കലായ ഭാഗങ്ങളിൽ എങ്ങനെയാണ് അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടുക എന്നുള്ള ഒരു പിന്നെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അതിന്റെ ഒരു എങ്ങനെയാ അതിന്റെ ആ ഒരു എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുക സാറേ? സാർ ഞാൻ റീസെന്റ് ചെയ്ത ഒരു പ്രൊജക്ട് വെച്ചാൽ ഒരു വലിയ പ്രൊജക്റ്റ് ആണ്. അത് എനിക്കത് എന്താണ് പറയാൻ പറ്റൂല. ഇപ്പോ ആ സമയത്ത് എനിക്ക് കുറെ ക്രൈസിസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് അപ്പൊ അതിനെ ഞാൻ ഓവർകം എങ്ങനെ ചെയ്തു വെച്ചാല്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തി. എന്താണെന്നുള്ളൊരു നമുക്ക് ഈ ടെക്നിക്കൽ ഫോൾട്ട് എന്ത് വരാനുള്ള കുറച്ച് ഇതുണ്ടാവുമല്ലോ, എന്താണ് കാരണം, ആ കാരണത്തെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതിനുശേഷം ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത സാധനത്തിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. അതിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഏതെങ്കിലും ആൾട്ടർനേറ്റീവ് വഴികളുണ്ടോ. ആ ആൾട്ടർനേറ്റീവ് വഴികൾ നമ്മൾ ജസ്റ്റ് നോക്കുക. അതിനുശേഷം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്ത പ്രൊഡക്റ്റിനെ ഒന്ന് റിവൈസ് ചെയ്യാം. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് വെച്ചാൽ എപ്പോഴും ബെറ്റർ ആവുന്ന വെച്ചാൽ റിവൈസ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മിപ്പോ ഒരു സാധനത്തിൽ കേന്ദ്രീകരിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ഇമ്പ്രൂവ് ആവില്ല. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാകും, പ്രൈമറി ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കും. ആ പ്രൈമറി ആയി ഉണ്ടാക്കിയ സാധനത്തിന് നമ്മൾ അതിന് മീത്ത വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. അതായത് ഇന്ന് ചെറിയൊരു സാധനത്തിൽ നമുക്ക് ഡിഫോൾട്ട് വരുന്നുണ്ട്. ആ ഡിഫോൾട്ട് വരുന്ന സാധനം നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, എങ്ങനെ റീപ്ലേസ് ചെയ്യാം, ഏത് സാധനത്തിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നമുക്ക് ഓപ്ഷൻസ് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ഡീപ് സീക്ക് പറഞ്ഞ സാധനം സാറ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ സാധനം ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനുള്ള ഒരു കുറെ സജഷൻസ് വരും. ആ സജഷൻസിനെ ഏതെങ്കിലും ഒന്ന് മാത്രം എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അത് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ളത് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഏതെങ്കിലും സൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് എടുക്കുക. എന്നിട്ട് അത് കംപ്ലൈൻ ചെയ്ത് ഇപ്പൊ നമ്മളുടെ പല സ്റ്റുഡൻസിനെ, ഇപ്പൊ ചില കുട്ടികൾ ഇലക്ട്രോണിക് ബേസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്ക് ഒരു സോഫ്റ്റ്വെയർ പറഞ്ഞ ഭാഗങ്ങളിലേക്കുള്ള ആ ഒരു ടെക്നിക്കൽ സ്കില്ല് ഉണ്ടാവില്ല. അതേപോലുള്ള ഒരു ബാരിയറിലാണ് പലപ്പോഴും ബുദ്ധിമുട്ടുക. അതല്ലെങ്കിൽ നമുക്ക് അതിൽ തന്നെ മെക്കാനിക്കലായ ചില പിന്നെ ഭാഗങ്ങളിൽ എങ്ങനെ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അങ്ങനത്തെ കുറെ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടല്ലോ. അതായത് നമ്മൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട്, നമ്മുടെ മനസ്സിൽ ആശയങ്ങളുണ്ട്, മറ്റ് ഐഡിയകളുണ്ട്. പക്ഷെ ചില ഭാഗങ്ങളിൽ നമുക്ക് ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടുകളുടെ സഹായം നമുക്ക് വേണ്ടി വരും. അതിന് എങ്ങനെയാണ് ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ? ഇപ്പൊ നമുക്ക് എന്താ വെച്ചാല് ഇതിൽ തന്നെ നമുക്ക് കുറെ കോഡുകൾ, ഇപ്പൊ നമുക്ക് കോഡ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു സിസ്റ്റം റൺ ചെയ്യിക്കാണ്ട്, ഇപ്പൊ ഓർഡിനോ ബോർഡ് വെച്ച് നമുക്ക് സിസ്റ്റം റൺ ചെയ്യിക്കാണെങ്കിൽ നമുക്ക് വേണ്ട എന്താണോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് അതിന്റെ കോഡ് കിട്ടും. അതായത് ജാവ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോഡ് വഴി നമുക്ക് അതിന്റെ ഫുൾ സ്ക്രിപ്റ്റ് കിട്ടും. ആ സ്ക്രിപ്റ്റ് വഴി നമുക്ക് റൺ ചെയ്യിച്ച് നോക്കാൻ പറ്റും. ഓരോന്നിനും നമുക്ക് മോഡിഫൈ ചെയ്ത് നമുക്ക് എടുക്കാനും പറ്റും. ഇപ്പൊ നമുക്ക് മെക്കാനിക്കൽ വൈസ് എന്താണെങ്കിലും ഒരു
വന്നിട്ടുണ്ടെങ്കിൽ ആ മെക്കാനിക്കൽ എന്താണ് അടിച്ചു കൊടുത്തത് നമുക്ക് അതിന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യിക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഒരു കാര്യം വെച്ചാല് എപ്പോഴും നമ്മ ഇത് ചെയ്യാം, പക്ഷെ ടെക്നിക്കലി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ സംസാരിക്കുക. അതായത് ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ സംസാരിക്കുക. ഇപ്പോ എൻ്റെ ഒരു റീസെന്റ് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രം പറയാം. ഒരു VSSC റിലേറ്റഡ് സാധനമാണ്. അപ്പോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് പോയിട്ട് കണ്ടത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു റിട്ടയർഡ് പേഴ്സൺ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു, എന്താണ് എന്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്തു അവരോട്. അപ്പോ അവര് പറഞ്ഞ കുറെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ടായിരുന്നു, എന്നൊക്കെ കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ അതിനനുസരിച്ച് ഞാൻ എന്നെ മോഡിഫൈ ചെയ്തുകൊണ്ട് തോന്നും. അതായത് അതിനെ വെച്ച് ഞാൻ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ അതിൽ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു. അപ്പൊ ഞാൻ അതിന് ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പോയി ഞാൻ അവർ നേരിൽ കണ്ട് നമ്മൾ എന്നാ പ്രൊഡക്ഷനും കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന കാര്യങ്ങള് ഞാൻ എന്റെ രീതിയിൽ ഞാൻ അതിനെ റിവൈസ് ചെയ്ത് മാറ്റിയെടുത്തു. അതിനൊരു ബെറ്റർ പ്രൊഡക്റ്റ് ആക്കി ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അയച്ചുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു റിസൾട്ട് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ഇപ്പോ അത് എപ്പോഴും ഒരു ടെക്നിക്കൽ ഹെഡ് ആയിട്ടുള്ള നമ്മൾ എന്താണ് പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത്, അതിനെ ഞാൻ എന്റെ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഒരു 7 മാസം 8 മാസം എടുക്കും. അതായത് എന്റെ ഒരു 8 മാസമാണ് എന്റെ ഒരു ടൈം ലൈൻ എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന്റെ ബേസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അതായത് ആ 8 മാസത്തിനുള്ളിൽ നമ്മൾ എല്ലാം അതിനെ റിവൈസ് ചെയ്ത് കണ്ടീഷൻ ആക്കി എടുക്കും. ആ കണ്ടീഷൻ ആക്കി എടുത്ത സാധനത്തിന് നമ്മൾ വീണ്ടും എന്താ ചെയ്യും, ഒന്നും കൂടി റിവൈസ് ചെയ്യും. അങ്ങനെ റിവൈസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പ്രൊഡക്റ്റ് അതിന്റെ പൂർണ്ണതയിൽ എത്തുക. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് നമുക്ക് ഈ സാധനങ്ങൾ ഈ ഡീപ് സീക്കെല്ലാം നമുക്ക് ജസ്റ്റ് തരുന്നത് അത് എങ്ങനെ പോകാം, എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ബേസിക് ഐഡിയ മാത്രമാണ്. അപ്പൊ പക്ഷെ ഡീപ് സീക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോ കാൽക്കുലേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുറച്ച് ആക്യുറേറ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ChatGPT-യിൽ നമുക്ക് കുറെ കാൽക്കുലേഷൻസ് ഒക്കെ മിസ്റ്റേക്കാ വരുന്നത്. കാൽക്കുലേഷനും കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇതിലാണ്. അതായത് ഇപ്പൊ കുറച്ച് ഇപ്പൊ നിങ്ങൾ മെഡിക്കൽ ഡിവൈസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ മെഡിക്കൽ ഡിവൈസ് ചെയ്യുമ്പോൾ അതിന് കുറെ കോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ChatGPT ചെയ്യുമ്പോൾ നമുക്ക് കുറെ കോഡുകളൊക്കെ തെറ്റായിട്ടാണ് വരുന്നത്. അത് ഓഡിനോ പ്രോഗ്രാമിങ്ങിന് വേണ്ടി ചെയ്യുമ്പോൾ കുറെ കോഡുകൾ തെറ്റായിട്ടാണ് കിട്ടിയില്ല. പക്ഷെ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വേറെ നിങ്ങൾക്ക് സംശയമുണ്ടോ? സാറേ, നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളെ സിമിലർ ആയിട്ടുള്ള പ്രോജക്റ്റുകളും മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റിലുണ്ടോ എന്ന് അറിയാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? അത് നമുക്ക് നമ്മളെ ഇന്ത്യൻ പാറ്റന്റ് പറഞ്ഞ സാധനമുണ്ട്. ഒരു ഇന്ത്യൻ പാറ്റന്റ് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അതിൽ ജസ്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമ്മളെ ChatGPT-യിലോ അല്ലെങ്കിൽ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അതായത് ആ സെർച്ച് ചെയ്ത് നമുക്ക് തരും. ഇന്ന് സിമിലർ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ കിട്ടും. വേറെ ആർക്കും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? നിങ്ങൾ ഓപ്പൺ പറഞ്ഞോളൂ സാർ. ഇപ്പൊ ഡീപ് സീക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇതുപോലെ നമുക്ക് ഇതിപ്പോ ഡീപ് സീക്ക് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഒരു പ്രൊജക്ട്, ഏത് പ്രൊജക്ട് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. അതുപോലെ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ട് പറയാൻ പറ്റുന്ന വേറെ ഇതുപോലെ ഏതെങ്കിലും AIs മീൻസ് ഉണ്ടോ? ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഇത് മാത്രമാണ് ഡീപ് സീക്ക് ആണ് ഞാൻ യൂസ് ചെയ്തതില്. ഡീപ് സീക്ക് ആണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഇതിലാണ്. പിന്നെ കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കൺവീനിയന്റും പിന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയ സാധനങ്ങൾ ഇരുന്നാണ്. ഞാനിപ്പോ ChatGPT-യിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ChatGPT-യിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറെ മിസ്റ്റേക്സ് വരുന്നുണ്ട്. നമുക്ക് പക്ഷെ ഇതിൽ ചെയ്യുമ്പോൾ പിന്നെ ജെമിനി പ്രോയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജെമിനി പ്രോയും ഒക്കെ അത്യാവശ്യം നല്ല പ്ലാറ്റ്ഫോം തന്നെ. ജെമിനിയിൽ കിട്ടുന്നുണ്ട്.
പിന്നെ കാൽക്കുലേഷന്റെ കാര്യത്തിൽ ഡീപ് സീക്ക് തന്നെയാണ് നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല കുറച്ച് കോംപ്ലക്സ് ആയിട്ട് കാൽക്കുലേഷനും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ ഡീപ് സീക്ക് ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഹലോ, സാറേ പറഞ്ഞോ. നമ്മളിപ്പോ നമ്മുടെ പ്രകാശൻ സാറ് പറഞ്ഞ പോലെ നമ്മുടെ നമ്മളിപ്പോ നിലവിൽ ഒരു ഐഡിയ അല്ലെങ്കിൽ ഇല്ലാത്തതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ഒരു ഐഡിയനെ വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ അത് ഈ AI പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ ഈ കൊടുക്കുന്ന ഡാറ്റ അവർ അൽഗോരിതം ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അതായത് നമ്മുടെ ഐഡിയ അവരെടുക്കാൻ സാധ്യതയുണ്ടോ? അതായത് നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഏത് പ്ലാറ്റ്ഫോമിൽ കൊടുക്കുന്ന ഒരു ഐഡിയ ആണെങ്കിലും തേർഡ് പാർട്ടി വിഷൻ ഇല്ലാതെ നമുക്കത് വരില്ല. അതായത് നമ്മുടെ ഈ ChatGPT ആണെങ്കിലും ഡീപ് സീക്ക് ആണെങ്കിലും വേറെ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും നമ്മൾ തേർഡ് പാർട്ടി വിഷൻ ഇല്ലാതെ നമുക്ക് എന്തായാലും അതെന്തായാലും നമ്മൾ തേർഡ് പാർട്ടി എന്തായാലും കാണുന്നുണ്ട്, കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കൽ നമ്മൾ ഇതിനധികം ഇത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ജസ്റ്റ് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമും നമുക്ക് അതിന് പോകാനുള്ള ഒരു വഴി മാത്രമായിട്ട് ഇനി കാണാൻ പാടുള്ളൂ. നമ്മൾ എപ്പോഴും ഇതിനെ കുറിച്ച് എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കുറെ ഐഡിയാസ് കിട്ടുക സാറേ. അതായത് നമുക്ക് ഇപ്പോൾ ഒരിക്കൽ നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിനെ അന്ധമായി ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ കുറെ ബുക്സ് റെഫർ ചെയ്യണം. അതുകൂടാതെ ഇതും ചെയ്യണം. അതായത് നമ്മൾ കുറെ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ഈ ഏതാണോ ഏരിയയിലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്ത് അവരെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറെ നോളജ് കിട്ടും. ആ നോളജ് നമുക്ക് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾ കൂടുതൽ ഭാവിയിലും ഇപ്പോ എന്നെ അധികം സഹായിച്ചത് നമ്മുടെ സദാശിവം സാറാണ്. അതായത് മീനങ്ങാടി പോലത്തെ സദാശിവം സാറാണ് എന്റെ മെന്ററായിട്ടുണ്ട്. സാറാണ് എനിക്ക് AI പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നതും എന്റെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സാറ് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുറെ മെന്റർമാരെയും അങ്ങനെയെല്ലാം ഒരു കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ ഒരു പേറ്റന്റ് പ്രൊഡക്റ്റ് അടക്കം സാറ് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സദാശിവൻ സാർ കുറെ പ്രൊഫസേഴ്സിനും കാര്യങ്ങളും മീറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കുറെ കണക്ഷൻസും കാര്യങ്ങളും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതേപോലെ എപ്പോഴും ഇതിനെ കുറിച്ച് എക്സ്പെർട്സ് ആയ ആൾക്കാരെ എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുക, സംസാരിക്കുക, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. പക്ഷെ ഒരിക്കലും നമ്മൾ കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസോ ആയിരിക്കും കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്ന് ചോദിക്കാം. ഇതിൽ നമ്മളിപ്പോ മെക്കാനിക്കൽ ടൈപ്പിലുള്ള പ്രോഡക്റ്റുകളാണെങ്കിൽ മെക്കാനിക്കൽ റിലേറ്റഡ് പ്രോഡക്റ്റുകളാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പുതിയൊരു ഒരു വിൻഡ് ടർബൈൻ്റെ ബ്ലേഡ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇതിന്റെയൊക്കെ നമ്മൾ ഡിസൈനുകളൊക്കെ നമുക്ക് ഇനിഷ്യലി നമ്മൾ കൊടുക്കണ്ടേ, എങ്കിലല്ലേ നമുക്ക് അടുത്തതിലേക്ക് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഡ്രോയിങ് ഒക്കെ കൊടുക്കണ്ടേ? ഡ്രോയിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഇപ്പോ ഒരു ഡയമെൻഷൻ ഉണ്ട്, ഡയമെൻഷൻ ഉണ്ടെങ്കിൽ ഡയമെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്തു തരും. അതിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങൾ ചെയ്തു തരും, ഓട്ടോമാറ്റിക്കായി നമുക്ക് ചെയ്തു തരും. അത് നമ്മൾ ഇപ്പോ ഇത്ര ഡയമീറ്റർ ആണ് അതിൻ്റെ, പിന്നെ ഇത്ര ബ്ലേഡ് വേണം, അതിന്റെ ആംഗിൾ അടക്കം നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് തരും. അതായത് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്ന രീതിയിലാണ് എല്ലാം ഇല്ല. പ്രോംപ്റ്റ് നമ്മൾ അതിൽ ഇന്ന ഡയമെൻഷന്റെ ഉള്ളിൽ ഇത്ര ലീഫുള്ള നമുക്കൊരു ടർബൈൻ ആവശ്യമുണ്ട്. അപ്പോ നമ്മൾ അതിൽ കൊടുക്കേണ്ട വെച്ചാൽ എത്ര സ്റ്റിയർ സ്ട്രെസ് ഉള്ള ഒരു ഷാഫ്റ്റ് ആണ് അതിന് ആവശ്യം, അത് എത്ര ഡയമീറ്റർ വേണം, പിന്നെ ബ്ലേഡിന്റെ ഹൈറ്റ് എത്ര വേണം, പിന്നെ അതിന്റെ എത്രയാണ് ആംഗിൾ വേണ്ടത്, പിന്നെ എത്ര തിക്നെസ് വേണം, അതൊക്കെ നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്ത് തരും. നമ്മൾ ആ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചാണ് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. നമ്മൾ ഈ AI ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡീപ് സീക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഈ പ്രോംപ്റ്റുകൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അതായത് നമ്മൾ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോംപ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. അത് പ്രോംപ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണമെന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങളെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് അത് വരും. എന്താ വെച്ചാല്
ഇപ്പോ ഇപ്പൊ ഞാൻ കൊടുത്തില്ലേ, ഇപ്പൊ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒരു എഴുതിയില്ലേ, അതിന്റെ ഡിസ്ക്രിപ്ഷനാ കൊടുക്കാണ്ട് സാറേ. അതിന്റെ ഡിസ്ക്രിപ്ഷൻ മാത്രം കൊടുത്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായി എഴുതി വരും. ഓക്കെ ഓക്കെ. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. കുട്ടികൾ ആരും ഒന്നും മിണ്ടിയില്ല. സാറിന് പേറ്റന്റ് കിട്ടിയ ഫേസ് മാസ്കിന്റെ ഐഡിയ അതെങ്ങനെയായിരുന്നു? ഏത്? ഹലോ, പേറ്റന്റ് കിട്ടിയ ഐഡിയ അത് ആ ഐഡിയ ഒന്ന് പ്രൊഡക്റ്റ് ആവാൻ എത്ര നാളെടുത്ത്, എത്ര എക്സ്പെൻഡിച്ചർ വന്ന്, അതിനെ കുറിച്ചൊക്കെ ഒരു ഹോൾ ജേർണിനെ കുറിച്ച് പറയൂ. അത് പറയാം. എന്താ വെച്ചാല് ഞാൻ എൻ്റെ ഐഡിയ തുടങ്ങുന്നത് കൊറോണ ടൈമിലാണ് എൻ്റെ ഈ പ്രൊഡക്റ്റ് ഞാൻ ഡെവലപ്പിങ്ങിന്റെ സ്റ്റേജ് തുടങ്ങുന്നത്. ലോക്ക്ഡൌണിന്റെ സമയത്ത് എനിക്കുണ്ടായ ചെറിയൊരു അനുഭവത്തിലെ ബേസിലാണ് ഞാനത് ജസ്റ്റ് ചെയ്യാൻ ആരംഭിച്ചതാണ് എൻ്റെ ഈ പ്രൊഡക്റ്റ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട എനിക്ക് ഒരു എമർജൻസി ഉണ്ടായിരുന്നു. ആ ടൈമിൽ കുറെ ഈ ഫേസ് മാസ്കും പിന്നെ കുറെ ഷീൽഡും വെച്ചിട്ട് ഇവർ കുറെ ഇത് കണ്ടു. അപ്പോൾ എനിക്കൊരു മനസ്സിൽ തോന്നിയ ചെറിയൊരു ഐഡിയ വന്നു, എങ്ങനെയാ നമുക്ക് ഇതിനെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാന്നുള്ളൊരു ചിന്തയിൽ ഞാൻ അതിനെ കുറിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ കൊറോണ ടൈമാണ്, നമുക്ക് അധികം പുറത്തിറങ്ങാൻ പറ്റൂല. പക്ഷെ ഞാൻ എന്നാലും നമ്മളെ കാഞ്ഞങ്ങാട് DMOനെ പോയി കണ്ടു. സാർ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കയ്യിലുണ്ട്, എന്ത് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് അവരോട് ചോദിക്കുമ്പോൾ അവര് കുറെ NHM വഴി സ്റ്റേറ്റ് ഗവൺമെന്റ് കുറച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. അപ്പൊ അങ്ങനെ ആ ലെവലിൽ പോകുമ്പോൾ നമുക്ക് കുറെ ആൾക്കാർ കോണ്ടാക്ട്സ് കിട്ടി. അപ്പൊ നമുക്ക് കുറച്ച് ട്രാവൽ ചെയ്യാനും കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ച് അനുവദിച്ചു തന്നു. അപ്പൊ അങ്ങനെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ജസ്റ്റ് പ്രൈമറി സ്റ്റേജ് വരുമ്പോൾ ചെറിയൊരു മോഡൽ ഉണ്ടാക്കി. അതായത് നമ്മൾ നമ്മൾ ഓട്ടോക്യാഡ് ഉപയോഗിച്ച് അതിന്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കി. ഡിസൈന് പിന്നെ ഞാൻ ഡോക്ടർമാരെ പോയി കണ്ട് അവരൊക്കെ എങ്ങനെയാണ് അത് ഉപകാരപ്പെടുക എന്നുള്ളൊരു, എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നുള്ള കുറെ റിസർച്ച് നടത്തി. അങ്ങനെ റിസർച്ച് നടത്താൻ വേണ്ടി മാത്രം എനിക്ക് 3 മാസം എടുത്തു. 3 മാസം സമയം എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ മോഡൽ ഉണ്ടാക്കുന്നത്. അതായത് നമ്മ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കും എങ്ങനെ നമുക്കത് ഉപകാരപ്പെടും, അവർക്ക് അത് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ആ ബുദ്ധിമുട്ട് എങ്ങനെ മറികടക്കാം എന്നെല്ലാം ഫസ്റ്റ് നമ്മൾ സംസാരിക്കാം, കസ്റ്റമറോട് തന്നെ സംസാരിക്കാം. നമ്മളെ കസ്റ്റമർ വെച്ചാൽ ഡോക്ടർമാരും പിന്നെ ആശാ വർക്കേഴ്സുമാണ്, അങ്ങനെ കാറ്റഗറിയിൽപ്പെട്ട അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. ആ സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടി. ആ ഇൻഫർമേഷൻസ് ഞാൻ എന്റെ ഡ്രോയിങ് എന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുക്കും. ആ ഡ്രോയിങ് മാറ്റിയെടുക്കുമ്പോൾ അതിലും കുറെ ഡിഫിക്കൽട്ടി വന്നിരുന്നു. അപ്പൊ അതിനു വേണ്ടി ഞാൻ NITKയിലെ 2-3 പ്രൊഫസർമാരെ കണ്ടു. അപ്പോ NITKയിലെ പ്രൊഫസർമാർ എനിക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് തന്നു, ഇന്നതൊക്കെ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കുറെ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ അങ്ങനെ തന്ന കുറെ ഡീറ്റെയിൽസ് വെച്ച് ഞാൻ റീഡിസൈൻ ചെയ്ത സമയത്താണ് കുറച്ചും അതിൽ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റിന്റെ ഒരു ആശയം തന്നെ ഉള്ളിൽ വന്നു. അപ്പോ ഞാൻ കുറെ ആയുർവേദ ഡോക്ടേഴ്സിനെ പോയി കണ്ടു. അപ്പൊ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മരുന്നിനെ കുറിച്ച് കുറെ റിസർച്ച് നടത്തി. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോൾ എന്റെ 1 വർഷം കഴിഞ്ഞു. ഈ മരുന്നിനെ കുറിച്ച് റിസർച്ചും കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ഒരു വർഷം കംപ്ലീറ്റ് ആയിരുന്നു. 2019 മറ്റേ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ തുടങ്ങി. 20ന്റെ ഡിസംബർ ആകുമ്പോഴത്തേക്ക് എന്റെ ആ പ്രൊഡക്റ്റിന്റെ ഒരു 90% എന്റെ കംപ്ലീറ്റ് ആവാൻ പറ്റിയത്. ആ കംപ്ലീറ്റ് ആയ സാധനം ഞാൻ അതിനുശേഷം പേറ്റന്റിലെ ഒരു വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പേറ്റന്റ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വക്കീലിനെ പോയി കണ്ടു. അതായത് നാട്ടിൽ തന്നെ വക്കീലിനെ പോയി കണ്ടു. അത് എങ്ങനെയാണ് നമുക്ക് പേറ്റന്റ് ഫയൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അവര് നമുക്ക് കോണ്ടാക്ട് ആക്കി തന്നു. കൊച്ചിയിലുള്ള ഓഫീസുമായിട്ട് കോണ്ടാക്ട് തന്നു. അവര് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള പേറ്റന്റ് ഓഫീസിലേക്ക് എനിക്ക് റെഫർ ചെയ്തു. ആ റെഫർ ചെയ്ത പ്രകാരം എന്റെ എല്ലാ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാര്യങ്ങൾ കൊടുത്തു. അതിനുശേഷം അത് പേറ്റന്റ് 2021 പേറ്റന്റ് ഫയൽ ചെയ്യുകയും 2025 ഡിസംബർ മാസം 31 എനിക്ക് പേറ്റന്റ് ഗ്രാൻഡ് ആവുകയും ചെയ്തു. പക്ഷെ ഈ പേറ്റന്റ് ഗ്രാൻഡ് ആവണമെങ്കിൽ എനിക്ക്
6 7 പ്രാവശ്യം വലിയ വലിയ കമ്പനീസിന്റെ റിജക്ഷനും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്നാണ് എനിക്കിപ്പോ പുതിയ അതായത് ഈ പേറ്റന്റ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് 2019 ശരിക്കും സ്റ്റാർട്ട് ചെയ്തു. ആ 2019 സ്റ്റാർട്ട് ചെയ്ത സാധനം 2025 പ്രൊഡക്റ്റ് ആയിട്ട് ഇപ്പോൾ എനിക്ക് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഈ പേറ്റന്റ് ഇപ്പൊ നമ്മുടെ ഉണ്ടെങ്കിൽ ആ സെയിം പ്രൊഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിൽ വിറ്റ് പോകണമെങ്കിൽ അതിന്റെ ഒരു ഷെയർ അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് മണി നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അങ്ങനെയുള്ള പരിപാടിയാണ്. അതായത് പേറ്റന്റ് എന്ന് വെച്ചാല് നമ്മളിപ്പോ ഈ സിമിലർ പ്രോഡക്ട്സ് വേറെ ആർക്കും ഇനി ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് ആ എമൗണ്ട് നമുക്ക് അവർ തരേണ്ടി വരും. അതാണ് പേറ്റന്റിന്റെ ഗുണം. അതായത് അതിന് നമുക്ക് അത് നമ്മൾ നിർമ്മിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്, ആ പ്രൊഡക്റ്റ് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതാണ് പേറ്റന്റ് കൊണ്ട് നമുക്ക് ഉപകാരം. അതായത് ഇപ്പോൾ ഒരു കമ്പനി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് അതിന്റെ മൊത്തം MOU നമ്മൾ സൈൻ ചെയ്യണം. അതായത് ഇത് അതിന്റെ ഷെയറോ കാര്യങ്ങളെല്ലാം നമ്മളാണ്, ആ പ്രൊഡക്റ്റിന് എന്ത് ഷെയർ വേണം അത് ഞാനാ തീരുമാനിക്കുക. സാറിന്റെ പ്രോഡക്റ്റ് ഇപ്പൊ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാനതിപ്പോ നമ്മുടെ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ഇപ്പോൾ അതിന്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മോസ്റ്റ് റീസെന്റ് എന്തായാലും അത് ഉപയോഗത്തിൽ വരുന്നതിന്റെ പ്രതീക്ഷയിലാണ് ഞാനിത്. അപ്പൊ സാർ ഇത് ഏതെങ്കിലും കമ്പനികൾ ഏറ്റെടുക്കേണ്ടി വരും ഈ പ്രോഡക്റ്റ് പ്രൊഡക്ഷനായിട്ട് വരാനായിട്ട് അല്ലേ? അതെ 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 അതെ. ഓക്കെ സാർ, വേറെ സംശയം ചോദിച്ചോട്ടെ. അപ്പൊ സാർ ഇപ്പൊ ഈ പിന്നെ ഇതിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് സാർ പറഞ്ഞല്ലോ NIT കാലിക്കറ്റ് പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു പറഞ്ഞല്ലോ. കാലിക്കറ്റ് അല്ല സർ, സുറത്കൽ. സുറത്കൽ അല്ലേ? ഓക്കെ, അവരായിട്ട് ഡിസ്കസ് ചെയ്തു പറഞ്ഞല്ലോ. അതെ. ഒരു പക്ഷേ നമ്മളെക്കാട്ടിലും അറിവും ഇല്ലെങ്കിൽ ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജൊക്കെ ഉള്ള ആൾക്കാരാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവര് ആ സ്റ്റേജിൽ സാറ് പറയുന്ന ഇൻപുട്ട് വെച്ചിട്ട് ഈ പ്രോഡക്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റില്ലേ? അല്ല, അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളെ. നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവരായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ. സാറ് ഒരു കാര്യം പറഞ്ഞു, ഏകദേശം 3 വർഷത്തോളം സാറ് അതിന്റെ മുകളിൽ വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തതിന്റെ ഒരു ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ പിന്നെ ഇതേമാതിരിയുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഡക്റ്റ് അവരുടെ പ്രോഡക്റ്റ് ആയിട്ട് മാറ്റിയെടുക്കാനുള്ള സാധ്യത ഉണ്ടോ? അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. പക്ഷെ നമ്മൾ എപ്പോഴും ഒരാൾക്കും നമ്മൾ അതിനെ കുറിച്ച് 100% ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കാൻ പാടില്ല. നമ്മൾക്ക് എന്താണോ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടേണ്ടത് ആ ഒരു കാര്യം മാത്രം ഡിസ്കസ് ചെയ്യാം. അതെ, അതായത് ഇപ്പോൾ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ്, ചെറിയ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ വലിയ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, അതായത് നമ്മളിപ്പോ അതിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 80% 70% മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിൽ നമുക്ക് ഏതാണോ ഏരിയ വേണ്ടത് ആ ഏരിയ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ആ ഫോക്കസ് ചെയ്ത സംശയം കൂടി ചോദിച്ചോട്ടെ സാറ്. ഇതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ആദ്യം പിന്നെ ഇത് ചെയ്തിരുന്നോ? അതായത് ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല സാറേ, ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടാണ് ചെയ്തത്. അല്ല, ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഫണ്ടിങ് ഒക്കെ അവൈലബിൾ ആവുമോ? അത് ഇപ്പൊ സ്റ്റാർട്ടപ്സ് ഇപ്പൊ ഫണ്ടിങ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ LLP എല്ലാം ചെയ്യേണ്ടി വരും. അതായത് മറ്റേ ഇതുണ്ടല്ലോ, LLP പറഞ്ഞ സാധനമുണ്ട്, അത് ചെയ്യേണ്ടി വരും. സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്തതല്ല, സാറിനെ തന്നെ ഓൺ റിസ്കിൽ ചെയ്തതാണ് അല്ലേ? അതെ, എന്റെ ഓൺ റിസ്കിൽ ഞാൻ ചെയ്തതാണ്. ഓക്കെ, ശരി. വേറെ ആർക്കെങ്കിലും ആ ഒരു മോഡലിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഏത് മോഡലാണ്? ഇപ്പൊ പേറ്റന്റ് കിട്ടിയ മോഡലിനെ കുറിച്ച്. ഓക്കെ, പറ. ആ പ്രൊഡക്റ്റ് എന്ന് വെച്ചാല് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നില്ലേ? ഹെൽമെറ്റ് ധരിക്കുന്ന രീതിയിലുള്ള ഒരു സാധനം. ഹെൽമെറ്റ് എങ്ങനെ വെക്കുന്ന രീതിയിൽ നമുക്കത് ഒരു 270 ഡിഗ്രി നമുക്ക് 270 or 290 ഡിഗ്രി വരെ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും, പുറത്തേക്ക് കാണാൻ പറ്റും. പക്ഷെ അത് ഫുള്ളി ഹാർഡ് മെറ്റീരിയൽ, അതായത് 2 ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണ്.
പിന്നെ അതിൽ ഫിൽറ്ററിങ് ഒരു ഏജന്റ് ഉണ്ട്. അതൊരു മെഡിക്കൽ പ്രൊഡക്റ്റ് ആണ്, അതായത് ആയുർവേദിക് ഫിൽറ്ററിങ് മെറ്റീരിയൽ ആണ്. അതൊരു സൊല്യൂഷനും കൂടിയാണ്. ആ സൊല്യൂഷൻ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിന്റെ ജസ്റ്റ് ഒരു മോഡൽ ഉണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡൗട്ട് ചോദിച്ചോട്ടാ. ഹലോ, ചോദിച്ചോ. ഇപ്പൊ നമ്മൾ ഈ പേറ്റന്റ് നമ്മൾ എഴുതിയിട്ട് അതൊരു കമ്പനിക്ക് നമ്മൾ ആ പ്രൊഡക്റ്റ് പ്രൊഡക്ഷന് കൊടുക്കുമ്പോൾ അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ഒരു ഷെയർ ആയിട്ട് നമുക്ക് ഇങ്ങനെ പ്രോഫിറ്റ് വൈസ് അങ്ങനെ വല്ലതും കിട്ടുമോ? പ്രോഫിറ്റ് കിട്ടും. അതാ പറഞ്ഞത്, MOU സൈൻ ചെയ്യാണ്ട്, അതായത് കമ്പനിയുമായിട്ട് നമ്മുടെ ഒരു എഗ്രിമെന്റ് ചെയ്താണ് ഫസ്റ്റ്. അതായത് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിറ്റിന് ഇത്ര എമൗണ്ട് വെച്ച് നമുക്ക് വേണം. ഇപ്പൊ അവര് 1000 യൂണിറ്റ് അവര് ഒരു ദിവസം അടിച്ചിറക്കുന്നുണ്ടെങ്കിൽ, അത് വിറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഇത്ര പ്രോഫിറ്റ് നമുക്ക് വേണം, നമുക്ക് ആവശ്യപ്പെടാം. മനസ്സിലായോ? ഓക്കെ സർ, താങ്ക് യു. അതിന്റെ ജസ്റ്റ് 3D പ്രിന്റ് മോഡൽ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ സർ. അതായത് 3D പ്രിന്റ് മോഡൽ ആണ്. അതിന്റെ ഒരു ഹെൽമെറ്റ് രീതിയിലുള്ള സാധനമാണ്. നമ്മള് ഷോൾഡർ ഏരിയ വരെ കവർ ചെയ്ത് നിൽക്കുന്ന സാധനമാണ്. ഇവിടെ ഒരു ചെറിയൊരു പൊട്ടിയതാണ് കാരണം ഒരു എന്താ വെച്ചാൽ ഫിൽറ്ററിങ് ഏജന്റ് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഒന്നും അകത്തേക്ക് അടക്കൂല. കണ്ടു എല്ലാരും? കണ്ടു സർ. ജസ്റ്റ് അത് 3D പ്രിന്റഡ് മോഡലാണ്. ഞാൻ LBS കോളേജിൽ നിന്നാണ് അത് 3D പ്രിന്റ് ചെയ്തെടുത്തത്. അതും കൊറോണ ടൈമില് അനൂപ് പി സാർ പറഞ്ഞ സാറുണ്ടായിരുന്നു LBS കോളേജ്. അപ്പോൾ ആ സാറാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. LBS കോളേജ് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ 3D പ്രിന്റിങ് ചെയ്യാൻ വേണ്ടി. കാരണം വെച്ചാല് നമുക്ക് ട്രാവലിംഗ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് മെയിൽ വഴി ഞാൻ അതിന്റെ കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത് സാറ് രാത്രി വരെ എനിക്ക് പ്രിന്റ് ചെയ്ത് തന്നതാണ്. അങ്ങനെ കുറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഹലോ, ഓക്കെ സാർ. ഹലോ, വേറെ ആർക്കെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനെങ്കിൽ? ഹലോ 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 സാർ ഡൗട്ട് ചോദിച്ചത്. സാർ ഇപ്പൊ പേറ്റന്റ് കാര്യം ഓക്കെയാണ്, പക്ഷേ നമ്മളെ ഒരു ബ്രാൻഡ് നെയിം ഒക്കെ ഇടുമ്പോഴത്തേക്ക് ഈ ട്രേഡ് മാർക്ക് എക്സിസ്റ്റിംഗ് ആണെന്ന് എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റും? അത് ട്രേഡ് മാർക്ക് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഒരു ഓപ്ഷൻ, അതായത് നമുക്ക് അതിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ആക്കുമ്പോൾ തന്നെ നമുക്ക് അതിലൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് തന്നെ നമുക്ക് ട്രേഡ് മാർക്ക് ഏതൊക്കെയാണ് ബ്രാൻഡ് രജിസ്റ്റർ ആയിട്ടുള്ളത്, ആ രജിസ്റ്റർ ആയ സാധനം നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പേരുണ്ടാവും അല്ലെ, ആ പേര് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അഥവാ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ഇപ്പം ബ്രാൻഡ് നെയിം ചേഞ്ച് ചെയ്യണോ? അതെ, അതിപ്പോ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനത്തെ നമുക്ക് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോ അത് അവഗണിച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മളെ പിന്നെ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇത് കൊടുക്കാൻ പറ്റും. സാർ ഒരു ഡൗട്ടേ. സാർ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ച് ഔട്ട്പുട്ട് മാറുമല്ലോ. അപ്പം ഒരു പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ മാറി വരുന്ന ഔട്ട്പുട്ട് പ്രശ്നമല്ലേ? അതെങ്ങനെ കറക്റ്റ് ഏതാണ് കറക്റ്റ് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് ഇപ്പൊ ഇപ്പൊ ഞാനൊരു പ്രോംപ്റ്റ് അടിച്ചില്ലേ, ഇവിടെ ഒരു ചെറിയൊരു വാച്ചിന്റെ അടിച്ചില്ലേ. ഇപ്പൊ ഇത് ഏകദേശം എനിക്ക് ശരിയാവണം എനിക്ക് അറിയില്ല. നമുക്കിപ്പോ ഇതിനെ കുറിച്ച് നോളജ് കുറവാണ്. കാരണം വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു വെറുതെ അടിച്ച സാധനമാണ് ഈ വാച്ചിന്റെ ഒരു കേസ്. അപ്പൊ എനിക്ക് എന്താ ഫസ്റ്റ് ആവശ്യം, എന്റെ ഒരു ഐഡിയ
എങ്ങനെ നമുക്ക് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ള അതിന്റെ ഒരു ബേസിക് ഐഡിയ നമ്മൾ എടുക്കുക ഫസ്റ്റ് എപ്പോഴും. മനസ്സിലായില്ലേ? ഹലോ ആ സാർ മനസ്സിലായി. ആ ഒന്ന് ഡൗട്ട് വെച്ച് ഒന്നും കൂടി പറയാമോ അല്ല എന്താന്നില്ല? സാർ ഇപ്പം ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് ഔട്ട്പുട്ട് മാറുമല്ലോ. ആ അപ്പൊ അതെങ്ങനെ ട്രസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഓരോ അത് ഓരോ പ്രോംപ്റ്റ് എടുക്കുന്ന സമയത്ത് ഓരോരോ ഔട്ട്പുട്ട്. ഇപ്പൊ പ്ലെയിൻ ഇംഗ്ലീഷ് കൊടുക്കുന്ന കണക്കല്ല, അല്ലാത്ത സ്ട്രക്ചർ ആയിട്ടുള്ള പ്രോംപ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിന്റെ ഔട്ട്പുട്ടും മാറും, കാര്യങ്ങളെല്ലാം മാറും. അപ്പൊ അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഏതാണ് ഗുഡ് പ്രോംപ്റ്റ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്? ഇത് AI എന്ന സാധനത്തില് പ്രോംപ്റ്റ് വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. കാരണം വെച്ചാല് അതില് കൊടുക്കുന്ന ഡാറ്റാസ് മാത്രം കറക്റ്റ് ഉണ്ടായാൽ മതി. നമ്മള് ലാംഗ്വേജ് അതിൽ ശ്രദ്ധിക്കുന്നില്ല. മനസ്സിലായോ? ഞാനിപ്പോ ഈ വെബ്സൈറ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഈ പ്രോംപ്റ്റ് ചെയ്യാൻ സമയത്ത് കുറച്ചുകൂടി നല്ലേക്ക് വരാറുണ്ട്. പക്ഷേ ഈ സെയിം സാധനം പ്ലെയിൻ ഇംഗ്ലീഷ് അടിക്കുന്ന സമയത്ത് നല്ലേക്ക് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അതായത് ഒരേ സമയം രണ്ട് സാധനം യൂസ് ചെയ്യാം. ഒന്ന് ChatGPT യൂസ് ചെയ്യാം, അതേപോലെ DeepSeek അല്ലെങ്കിൽ Gemini യൂസ് ചെയ്യാം. 3 സാധനം യൂസ് ചെയ്യാം. ഓക്കെ? ഹലോ? അതായത് ഒരേ സമയം നീ 3 സാധനം, അതായത് നിന്റെ പ്രോംപ്റ്റ് ഫസ്റ്റ് ഒന്നില്, അതായത് ChatGPT ഫസ്റ്റ് അതിന്റെ ഗ്രാമറും, അതായത് എന്താണ് പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് അതിന്റെ നമുക്ക് കറക്റ്റ് ഓർഡർ ഒക്കെ എടുക്കും ഫസ്റ്റ് ഒന്നില്. രണ്ടാമത്തേല് എന്താ ചെയ്യാന്ന് വെച്ചാൽ നീ ഇതേ സാധനം, ആ കറക്റ്റ് ആയ സാധനം ഉണ്ടാവും അല്ലെ, പ്രോംപ്റ്റും കാര്യങ്ങളെല്ലാം, ഈ കാര്യം നീ DeepSeek ഇടാം, എന്നിട്ട് അതിൽ സെർച്ച് ചെയ്യാം. ഓക്കെ? അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് Gemini Proയില് ഇതേ സാധനം, ഇതില് കറക്റ്റ് ആയ സാധനം അതിലിട്ട് നോക്കാം. അപ്പൊ എനിക്ക് 3നും ഡിഫറൻസ് കാണാൻ പറ്റും, എങ്ങനെയാണ് ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഏതാണോ അതായത് അല്ല സാർ, അപ്പം നമ്മുടെ ChatGPT ചോദിക്കണം. ഇപ്പൊ ഒരു പ്രോംപ്റ്റ് കറക്റ്റുള്ള പ്രോംപ്റ്റ് എഴുതി തരാൻ വേണ്ടി ChatGPT ചോദിക്കണം. അതാണ് സാർ. അതെ. അതായത് എനിക്ക് ഇന്ന സാധനം ആവശ്യമുണ്ട്, അപ്പോ അതിന് വേണ്ട ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കി തരിക. മനസ്സിലായില്ലേ? അതായത് ഇപ്പൊ ഒരു 18x24x15 ഒരു ചെറിയൊരു ബോക്സ്, നമുക്ക് സാധനം ബോക്സ് അല്ലെങ്കിൽ ഇപ്പൊ ആ സാധനം ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു പ്രോംപ്റ്റ് ആവശ്യമുണ്ട്. നീ ഇപ്പോ ChatGPT കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും അല്ലെ. അപ്പൊ ഇതേ സാധനം നീ ഈ വേറൊരു പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് അതിൽ കറക്റ്റ് ആയ ഇതുണ്ടോ, പ്രോംപ്റ്റ് ഉണ്ടാവും അല്ലെ, അത് വേറെ ഇട്ടിട്ട് അതിനെ ചെയ്തു നോക്കാം. അങ്ങനെ 3 നമ്മൾ ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോ ഞാൻ പറഞ്ഞു ChatGPT നോക്കാം, DeepSeek നോക്കാം, Gemini Proയിൽ നോക്കാം. അങ്ങനെ 3 നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നത് അതെടുക്കുക. മനസ്സിലായില്ലേ? വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന്റെ അഭിപ്രായം എന്താണ് സാറിന്? ഈ AI വെച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ള അഭിപ്രായം എന്താണ്? AI വെച്ചിട്ട് ഇപ്പോ വെബ്സൈറ്റ് നമുക്ക് ഉണ്ടാക്കാറുണ്ട്, പക്ഷെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് ഇനി വരാൻ പോകുന്ന നമുക്ക് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ഒരു, അതായത് നമ്മൾ ഇനി വരാൻ ലോകമുള്ള AI വെച്ചിട്ടാണ്. അപ്പോ കുറച്ചും കൂടി ഇനി ഇതിലും കൂടി ഫോക്കസ് ചെയ്ത് ചെയ്യാല്ലായിരുന്നു. അതായത് നമുക്ക് എപ്പോഴും ഒരു പ്രൊഡക്റ്റ് വെച്ചാൽ നമുക്ക് ഇനിയുള്ള ജനറേഷനിൽ വെച്ചാൽ നമുക്കൊരു പ്രൊഡക്റ്റ് വെച്ചാൽ 2-3 മാസത്തിനുള്ളിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. അതിന് പ്രോട്ടോടൈപ്പിംഗിൽ നമുക്ക് 2-3 മാസത്തിനുള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്ന ലോകം പോകുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കുക. അതായത് എന്ത് ഒരു പുതിയൊരു ടെക്നോളജി വന്നു കഴിഞ്ഞാലും ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് നമ്മൾ അതിന് വിധ ട്രെയിൻ ചെയ്ത് അതിന് വിധ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാക്കാൻ നോക്കുക. മനസ്സിലായില്ലേ? ഓക്കെ. വേറെ ആർക്കെങ്കിലും? ഹലോ? ഹലോ. നമ്മുടെ ഒരു ഫീഡ്ബാക്കിന്റെ ലിങ്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫീഡ്ബാക്കിൽ നമ്മുടെ കുട്ടികളും അതുപോലെ അധ്യാപകരും ഒക്കെ ഫീഡ്ബാക്ക് ലിങ്ക് ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇനി മറ്റുള്ളവർക്ക് സംശയമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് 1 മണിക്കൂറിൽ അധികമായി. നമ്മുടെ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ നമുക്ക്? ഹലോ. നമ്മുടെ പൂളിലെ ജയകൃഷ്ണൻ സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട് തോന്നുന്നു.
നമസ്കാരം സാർ. ജയകൃഷ്ണൻ സാർ ഉണ്ടോ സാർ? സാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ജസ്റ്റ് നോക്കി സാർ, ഇപ്പോഴാണ് കേട്ടത്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം. സുധീർ പ്രഭു നമ്മളെ സ്റ്റുഡന്റ് ആണ്, പോളിടെക്നിക്കലിന്റെ അലുമിനിയാണ്. അതെ സാറേ, സതീഷ് സാറൊക്കെ നമുക്ക് അറിയായിരുന്നു. IEDC ഫാമിലിയിലുള്ള സാറായിരുന്നു സതീഷ് സാറ്. അതെ. കഴിഞ്ഞല്ലേ ഇത്? അതെ സാറേ, നമ്മൾ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്ക് ഇപ്പോഴാണ് അതിന്റെ ലിങ്ക് കിട്ടിയത്. ഞാനിപ്പോ ഒരു ഗ്രൂപ്പിൽ ഇപ്പോഴാണ് കണ്ടത്. ഓ സാർ. നമസ്കാരം സുധീർ, ഉഷാറാക്കിട്ടാ. പേറ്റന്റ് ഒക്കെ കിട്ടിയതാണല്ലോ സുധീറിന്? അതെ. ഓക്കെ, സാരമില്ല, ഇനി ഒരു കുഴപ്പമില്ല. ഇനി നിങ്ങളെ ക്ലാസ് റെക്കോർഡഡ് വേർഷൻ ഉണ്ടല്ലോ, ഒന്ന് അയച്ചതാ. അതെ സാറേ, റെക്കോർഡഡ് ആണ് സാർ. ഓക്കെ, ശരി. താങ്ക് യു സാർ. താങ്ക് യു. നമ്മുടെ പ്രകാശൻ സാർ ഉണ്ടോ? ഉണ്ട് സാർ. സാറേ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൽ കൂടുതലായി. അല്ല ഷൈൻ സാറേ, ഇതില് വലിയ അത്ഭുതമുള്ള ഒരു കാര്യം എന്താണെന്നറിയാം? അതെ സാറേ, ഇതില് നമ്മുടെ സുധീർ സാറ് ഓട്ടോമൊബൈൽ ബേസുള്ള ആളാണ്. അതെ. ഓട്ടോമൊബൈൽ ബേസുള്ള ആള്. സദാശിവൻ സാറ് പിന്നെ മെക്കാനിക്കൽ ലെക്ചറാണ്. അതെ, അദ്ദേഹം മെന്റർ ചെയ്തതാണ്. അതെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ് പരിപാടി നടത്തുന്നത്. അപ്പൊ വ്യത്യസ്തമായ സ്ട്രീമിലുള്ള ആൾക്കാരുടെ കോർഡിനേഷനിലാണ് കാര്യങ്ങൾ പോണത്. സാറിന്റെ പ്രോഡക്റ്റ് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും നല്ല പരിപാടിയായിരുന്നു കേട്ടോ സാറേ, നല്ല പരിപാടിയായിരുന്നു. ഒരുപാട് ശരിക്ക് നമ്മുടെ പ്രോഗ്രാം നടക്കുമ്പോൾ അതേമാതിരി ഇന്ററാക്റ്റീവ് സെക്ഷനായിട്ട് നടക്കണം. അപ്പോഴാണ് ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കും ഒരു എനർജി വരുന്നത്. നന്നായിരുന്നു, നല്ല ഇന്ററാക്ഷൻ ആയിരുന്നു. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാർ. അതെ, നമ്മുടെ ഈ സെഷനിൽ തുടങ്ങിയപ്പോഴും 20-24 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ആയപ്പോഴും നമുക്ക് 25-24 പേര് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ആരും ലെഫ്റ്റ് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഈ ടോപ്പിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ AI-യുടെ കാലമാണ്. നമുക്ക് ഈ AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതായത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രോജക്റ്റ്, അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്കൊരു പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനും ഫൈനലി നമുക്കൊരു പേറ്റന്റിലേക്കൊക്കെ പോകാനും വരെ AI നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ടോപ്പിക്, അതായത് AI യൂസിങ് പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് യൂസിങ് AI എന്നുള്ള ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട സദാശിവൻ സാറാണ്. സാറ് നമ്മുടെ മീനങ്ങാടി പോളിയിൽ നിന്ന് റിട്ടയർഡ് ആയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് റിട്ടയർഡ് ആയ ലെക്ചറായിരുന്നു. സാറാണ് നമുക്ക് ഈ ടോപ്പിക് സജസ്റ്റ് ചെയ്തത്. സാറ് കഴിഞ്ഞ സെമ്മിൽ നമുക്ക് എടുക്കാമെന്ന് സാറ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ സാറ് കുറച്ച് തിരക്ക് കാരണം സാറ് മെന്റർ ചെയ്ത സ്റ്റുഡന്റ് തന്നെ അത് എടുക്കാമെന്ന് സാറ് സജസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് പ്രകാരമാണ് ശ്രീ സുധീർ പ്രഭുവിനെ വിളിക്കുകയും നമുക്ക് ഈ ഒരു സെഷൻ വോളണ്ടിയർലി എടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തത്. എന്തായാലും നമുക്ക് ഈ ഒരു സെഷനിൽ സുധീർ പ്രഭുവിന്റെ വിലയേറെ സമയവും ഈ ഒരു എക്സ്പീരിയൻസും, നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ച് ഓട്ടോമൊബൈൽ ഡിപ്ലോമയുള്ള ഒരു സ്റ്റുഡന്റ് ആ ഒരു പ്രോജക്റ്റ്, അതായത് അദ്ദേഹത്തിന്റെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് കുറിച്ച് സെർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും കൂടുതൽ പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലുള്ള ആൾക്കാരുമായി സംവദിക്കുകയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് അതിലേക്കൊക്കെ ഉള്ള ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുകയും പിന്നെ അത് പേറ്റന്റിലേക്കൊക്കെ പോവുകയും ചെയ്യുകയും അതിനുവേണ്ടി AI ടൂള് തന്നെ ഉപയോഗിക്കാനൊക്കെ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കാര്യങ്ങളാണ്. കാര്യം നമ്മുടെ കുട്ടികളുടെ ആ ഒരു ഔട്ട്കം, ഞാൻ നമ്മുടെ 2 വർഷം മുന്നേ, കഴിഞ്ഞ 2 വർഷത്തിൽ നമ്മൾ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒരു 35ഓളം വെബിനാറുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ
ഒരു നന്ദു എന്ന് പറയുന്ന നെയ്യാറ്റിൻകര പോളിടെക്നിക്കിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ആ സ്റ്റുഡന്റും ഇതേപോലെ തന്നെ OIP വഴി ഐഡിയ ഒക്കെ പേറ്റന്റ് ചെയ്തു. അത് ഡ്രോണിന്റെ പ്രോജക്റ്റുകളാണ് ചെയ്തിരുന്നത്. എന്നിട്ട് അതുവഴി നാഷണൽ വിൻഡ് ടർബൈൻ ടെസ്റ്റിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ IIT ഖരഗ്പൂരിൽ പ്രോജക്ട് ഇന്റേൺ ആയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഡിപ്ലോമ കഴിഞ്ഞ ശേഷം. അപ്പൊ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സ്റ്റുഡൻസ്, അതായത് നമ്മുടെ അലുമിനി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിന് ആ ഒരു വലിയ വലിയ മേഖലകളിലേക്ക് എത്താൻ നമ്മുടെ ഒരു ചെറിയ സ്ഥാപനങ്ങളിൽ നിന്ന് കഴിയുന്നെന്ന് പറയുന്നത് വലിയ വലിയ അഭിമാനമായ നേട്ടങ്ങളാണ്. എന്തായാലും ഈ ഒരു നമ്മുടെ ഈ വെബിനാർ സെഷനിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത സുധീർ പ്രഭുവിന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങലിന്റെ പേരിലും അതുപോലെ തന്നെ IADC, IIC, IIIC, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിൽ എന്നിവയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സർ. എല്ലാവർക്കും എൻ്റെ പിന്നെ നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഏത് സമയത്തും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളോ ചെയ്യാനുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് പോളിടെക്നിക് കോളേജുകളിലെയും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രകാശൻ സാറുണ്ട്. അതുപോലെ തന്നെ മലബാർ പോളിടെക്നിക്കിലെ അധ്യാപകരുണ്ട്. അതുപോലെ നമ്മുടെ പോളിടെക്നിക്കിലെ അധ്യാപകരുണ്ട്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് ഉണ്ട്. ഇത്രയും സമയം 1 മണിക്കൂറിലേറെ ആയിട്ട് ഈ 1.25 മണിക്കൂറോളം ആയിട്ടുണ്ട് ഈ സെഷനിൽ അറ്റൻഡീവ് ആയിട്ടുള്ളതും. അതുപോലെ തന്നെ ഈ ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി അടുത്ത സെഷന്റെ കാര്യങ്ങൾ അടുത്ത സെമസ്റ്ററിൽ ആണ് നമ്മൾ തുടങ്ങുന്നത്. ജൂൺ മുതലാണ് ഇനി അടുത്ത സെമസ്റ്ററിന്റെ നമ്മുടെ വെബിനാറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം നമുക്കറിയാം മാർച്ച് എൻഡ് ആണ്. നാളെ നമ്മുടെ S6ന്റെ പരീക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ S4ന്റെ പരീക്ഷകൾ തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ S2 കുട്ടികളാണ് ഇപ്പോൾ റെഗുലർലി നമുക്ക് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു ഷോർട്ടേജ് ഉണ്ട് നമുക്ക് വെബിനാറുകളിൽ പങ്കെടുക്കാൻ. എങ്കിൽ പോലും നമുക്ക് ആവറേജ് നമുക്ക് സ്റ്റുഡൻസ് എല്ലാവരും തുടക്കം മുതലേ തന്നെ എക്സിറ്റ് ആവാതെ ഈ വെബിനാറിൽ അറ്റൻഡീവായിട്ട് പങ്കെടുത്തു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അപ്പൊ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ. സാർ സാറേ പറഞ്ഞോളൂ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരെയും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ്.